രാവിലെ ഉറക്കമൊഴിച്ച് വന്നപ്പം എനിക്ക് ശ്രീകുട്ടി സർപ്രൈസ് അടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടു 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 രാവിലെ വന്ന് നോക്കിയപ്പോൾ സൂപ്പറായിട്ട് എല്ലായിടും അടുപ്പും എല്ലാം അവൾ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂത്ത ആൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ഇതൊക്കെ തുറന്ന് ഞാൻ എടുത്ത് വീഡിയോ എടുത്തതാണ്, അല്ലാതെ ഞാൻ തുറന്നിട്ടിരുന്നതല്ല. പിന്നെ ഞാൻ ഒരു കടലക്കറിയല്ലേ, അപ്പം ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാറാണ് പതിവ്. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ്റെ പൊടി ഉണ്ടായിരുന്നു, അതും കൂടി ഇച്ചിരി ഇട്ട് കേട്ടോ. ഒരു മണത്തിലിരിക്കട്ടെന്ന് വിചാരിച്ചു, ഒരു വഴിക്ക് പോകണമില്ലേ, അപ്പം കിടക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പ്, പിന്നെ ഇതിൽ കൂടി വേണ്ടേ കടലയും കൂടി ഇട്ട് ഞങ്ങൾ വേവിച്ചു. അല്ലാതെ ഇതൊന്നും പഠിക്കരുത് ആരും ഇങ്ങനെയൊന്നും. അത് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കുന്നു. പിന്നെ പച്ചമുളക് ഇടും, പിന്നെ കരിവേപ്പില കിട്ടിയില്ല കേട്ടോ, ഇല്ലായിരുന്നു സംഭവം. നമ്മളെ തോട്ടത്തുണ്ട് നിറയെ കരിവേപ്പിലുണ്ട്, പക്ഷെ എന്നും മറന്നു പോവും. പിന്നെ മാവ് ഇന്നലെ ആട്ടി വെച്ച മാവ് അടിപൊളിയല്ലേ, കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ദോശയും കടലക്കറി. പിന്നെ ഞാൻ കുറുകാൻ വേണ്ടി കടല കുറച്ച് മിക്സിയിലിട്ട് അങ്ങ് അടിക്കും. പിന്നെ തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ ഒഴിച്ചില്ല. തേങ്ങയുടെ വില അത്രയ്ക്കായതുകൊണ്ട് അങ്ങനെ തേങ്ങ യൂസ് ചെയ്തില്ല. കടല തന്നെ കുറച്ച് മിക്സിയിലടിച്ചു. പിന്നെ ദോശയും കടലക്കറി. ഇന്ന് ഞായറാഴ്ച അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോകണമല്ല, പക്ഷേ ചേട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിലാണിന്ന് ചെറിയ പണിയുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഉച്ചയ്ക്കും അവിടെയായിരുന്നു. അനിയത്തിയുടെ വീടായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ ഇങ്ങോട്ട് വന്നില്ല, കൊടുത്തും വിടേണ്ടി വന്നില്ല, അവിടെ നിന്നായിരുന്നു. പിന്നെ വൈകുന്നേരമായി വന്നപ്പോൾ ഇതിനിടയിൽ കുഞ്ഞ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് കേട്ടോ എന്നറിയത്തില്ല. കുഞ്ഞിന് നല്ല ദേഷ്യവും ജലസുമായി. ചേച്ചി ഇത്രയും ഇങ്ങനെ പൊക്കി പറയരുത്, ഞാൻ ചെയ്യുമ്പോൾ ഇതൊന്നും വീഡിയോയിൽ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യമായിട്ട് അവൾ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ കുഞ്ഞുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ വീട്ടിനകം എല്ലാം ഒന്ന് തൂത്തുവാരിയിട്. കുണ്ടും എല്ലാം ചപ്പും ചവറും ഒക്കെ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിനകം എല്ലാം അവൾ തൂത്തു, മുറ്റം എല്ലാം തൂത്ത്. അപ്പം ഇനി അവളെ വീഡിയോ എടുത്തില്ലെന്ന് വേണ്ട, അവളെന്നെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ എന്തായാലും കുണ്ടുവിനെ ഞാൻ രാവിലെ കുറച്ച് നേരം കെട്ടിയിടും. വേറൊന്നുമല്ല, ഇപ്പം ഗേറ്റ് തുറന്ന് നമുക്ക് ജോലിയും കാര്യങ്ങളും പിന്നെ ചേട്ടൻ പോണ തിരക്കിലൊക്കെ അറിയാലേ, എന്ന് ഞാൻ രാവിലെ കുറച്ച് നേരം ഈ രാവിലെ കുറച്ച് നേരം അവൻ ഒന്നും മിണ്ടൂല, കുരയ്ക്കൊന്നുമില്ല. പക്ഷേ സമയം കഴിഞ്ഞു പോയാൽ അവൻ അവിടെ കിടക്കില്ല കേട്ടോ. പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചമ്മ ഈ വീഡിയോയും കൂടി ഇടും, ഞാൻ തൂത്ത വീഡിയോയും കൂടി ഇടാമ എന്ന് പറഞ്ഞ്. സൂപ്പറായിട്ടില്ലേ എൻ്റെ കുഞ്ഞു തൂത്തത്. ഇന്ന് അവൾ എനിക്ക് കഞ്ഞിക്കിട്ട് തന്നു. അങ്ങനെ അവൾ കുറേ ജോലികളൊക്കെ ചെയ്ത് തന്നു ഇന്ന് എനിക്ക്. എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറേ ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ. കുണ്ടുവിൻ്റെ കാര്യം പറയാതെ വയ്യ, അൺലിമിറ്റഡ് കുണ്ടണിയാണ്. അതുകൊണ്ട് ഇനി ഞാൻ വിചാരിക്കുന്നു ഇവനെ കുറേശ്ശെ കെട്ടിയിട്ട് ശീലിക്കണം. കാരണം ഇവൻ കെട്ടിയിട്ട ഉടനെ വിളി തുടങ്ങും കേട്ടോ, ഭയങ്കര വിളി. പക്ഷെ രാവിലെ കുറച്ച് നേരം ശീലമായതുകൊണ്ടേ ഈ രാവിലത്തെ ടൈം അവൻ വിളിക്കത്തില്ല, കുരയ്ക്കത്തുമില്ല. കാരണം രാവിലെ അവനറിയാം 1 മണിക്കൂറോളം നമ്മൾ കെട്ടിയിരുന്നത് എന്തിനാണ്. അങ്ങനെ കിടന്നപ്പോഴേക്കും ചേട്ടൻ, ഞാൻ പറഞ്ഞില്ല ഇന്ന് ചേട്ടൻ്റെ അനിയത്തിയുടെ അവിടെയാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ അവിടെ നിന്ന് എന്തോ എടുക്കാൻ വന്നത്. ഇവിടെ അടുത്ത് തന്നെ അനിയത്തിയുടെ വീട് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ രാവിലെ കണ്ടതുപോലെ തന്നെ ഈ ഇവക്കൊരു ഞായറാഴ്ച എന്നുള്ളതല്ല, അവക്കൊരു ഫ്രീ കിട്ടുമ്പോൾ ഈ കുണ്ടുമായിട്ട് കളിക്കണം ഭയങ്കര സന്തോഷം. എത്ര പറഞ്ഞാലും കേൾക്കൂല. കുറേ കഴിയുമ്പം കൈയെല്ലാം ഇങ്ങനെ വാന്തി തടിച്ചിട്ടൊക്കെ വരും, എത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഞാൻ സോപ്പിട്ടൊക്കെ കഴിക്കും കേട്ടോ. പക്ഷേ അവരെ തുള്ളിച്ചാട്ടം കാണും. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവള് ഏത് സമയവും എല്ലാ ദിവസവും ഇല്ല. പിന്നെ 2 ജോഡി തുണി ഇതുപോലെ വലിച്ച് കീറിയിട്ടുണ്ട്. അതാണ് അവൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പം അമ്മ പിടി എന്ന് പറഞ്ഞാൽ. കാരണം തുണി ഇവൻ കടിച്ച് കീറിക്കളഞ്ഞാൽ എന്ത് ചെയ്യും, കളിക്കണയാണ്. പിന്നെ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഒരു ദിവസം പോലും, ഒരു നേരത്തെ മഴയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല കേട്ടോ. നിങ്ങളെവിടെയൊക്കെ ഇന്ന് മഴയുണ്ടായിരുന്നോ? ഇന്ന് വൈകുന്നേരം വരെ ചേട്ടനാണെങ്കിൽ ഫുള്ള് നനഞ്ഞാണ് ഇന്ന് ജോലിയായിരുന്നേന്ന്. പിന്നെ നമ്മൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ ഗുണ്ടപ്പന്. അവൻ അങ്ങനെ ഇരുന്ന് തരുമ്പം ബിന്ദു ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയാണ്, എനിക്ക് ഇങ്ങനെ കിണ്ണാരം കാണിക്കുന്നത് ഇഷ്ടമല്ല. ഈ
കണ്ട ആ ദോശ എവിടെ വെച്ച് നക്കി ഇരുന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു കൊടുത്തത്. ഞാൻ സ്വന്തമായിട്ട് കഴിപ്പിക്കാനൊക്കെ നോക്കും. അപ്പോൾ ഇവൻ ഇങ്ങനെ ഈ കുഞ്ഞു വാവ കളിക്കും പോലെ ആണെങ്കിൽ നമുക്ക് എനിക്ക് കലി വരും. മറ്റേത് ഞാൻ ചോറ് ഉരുട്ടി കൊടുക്കുമ്പോഴേ കണ്ടിട്ടുണ്ടാകും, ഒരു ചോറ് കളയാതെ അതങ്ങ് വിഴുങ്ങിയിറക്കും. ഒരു നിമിഷം കൊണ്ട് അതങ്ങ് വിഴുങ്ങിയിറക്കും. എനിക്ക് എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഒരു 6-7 ഉരുള അങ്ങ് എടുത്ത് കൊടുക്കുമ്പോഴേ അങ്ങനെ. മറ്റേത് അവിടെ എല്ലാം ചോറൊക്കെ ഇട്ടും പ്ലേറ്റിലൊക്കെ അങ്ങനെ വെച്ചിട്ട് പോയാൽ പകുതി കഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരാൾക്ക് ഇവിടെ ഇരുന്നാണ് കഴിക്കണത്. അവിടെ ഒരുത്തി ഇളയവള അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവളെ ഞാൻ ഇവിടെ ഇരുത്തി. പിന്നെ എൻ്റെ കുഞ്ഞു കഞ്ഞി കിട്ടുന്നതാണ്. കൊണ്ടുവന്ന് വെള്ളം ഇപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ. ഒന്ന് ചൂടുവെള്ളത്തിനും ഒന്ന് കഞ്ഞിക്കും. അപ്പം പിന്നെ ഇനി ചേച്ചി ചെയ്തത് മാത്രം കാണിച്ചാൽ ശരിയാവത്തില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്കും മഴയൊന്നും തോർന്നില്ല. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ എടുക്കാൻ പോവാമെന്ന്. അപ്പോൾ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മയും പറഞ്ഞ് എനിക്കും എടുത്തുകൊണ്ട് വായോ എന്ന്. അപ്പോൾ അമ്മയ്ക്കും എനിക്കും വാങ്ങി, എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. ഭയങ്കര മഴയായിരുന്നു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത്. അതുവരെ മഴ തോരും എന്ന് പറഞ്ഞ് കുറേ നേരം നിന്ന് ഈ കോട്ട് സൂട്ടുമൊക്കെ ഇടാൻ മടിച്ചിട്ടേ. പക്ഷേ മഴ തോർന്നില്ല. 6-6:30 വരെ മഴയുണ്ടായിരുന്നു. പിന്നെ ചിക്കനും ചോറിനും ഇരിക്കുന്നതാണ് എൻ്റെ ഗുണ്ടപ്പൻ. ചോറ് ഞങ്ങൾക്ക് വെച്ചില്ല. ഞാൻ വേവിച്ചിട്ട് അരപ്പിടുന്ന മുമ്പേ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുന്ന മുമ്പേ അവന് 3-4 കഷ്ണം എടുത്ത് മാറ്റി ചോറ് കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ ശ്രദ്ധിക്കാം കേട്ടോ. അവൻ എന്നെ സ്വന്തമായിട്ട് തിന്നാനും പഠിപ്പിക്കണം. കള്ളൻ അവൻ്റെ ഈ ഉണ്ട കണ്ണും അവൻ്റെ ക്യൂട്ട്നെസ്സുമാണ് എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് അവന് ചെല്ലം കൊടുക്കാൻ. ഇനി അവന് എന്നെ ചെല്ലം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കെട്ടിയിടണം, തെറ്റ് കാണിച്ച് അടിയൊക്കെ കൊടുക്കണമെന്നാണ് ബിന്ദു കണ്ണൻ പറയണത്. അതുകൊണ്ട് ഞാൻ ഇനി നോക്കട്ടെ, അവന് അടിയൊക്കെ കൊടുക്കണം, ശ്രമിക്കാം ബിന്ദു. പിന്നെ നിർമ്മല ചേച്ചി ഇപ്പം വീഡിയോയിൽ കമൻ്റൊന്നും കാണുന്നുണ്ട് ചെറിയ. പക്ഷേ ഞാൻ ഇനി എൻ്റെ കൂടി പിണക്കാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. ഇന്നാണ് 10 ദിവസത്തെ നിർമ്മല ചേച്ചി പറഞ്ഞ ഗുളിക കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെയൊക്കെ മെസ്സേജ് കാണാത്തതുകൊണ്ടാണോ, ഇത് എൻ്റെ ചേട്ടൻ്റെ അനിയത്തിയും ഭർത്താവുമാണ് ഉച്ചയ്ക്ക് വന്നത്. പിന്നെ ഇന്ന് ചേച്ചിയുടെ മോൻ്റെ വളയിടൽ ചടങ്ങ്, ഇന്നല്ല അടുത്ത ആഴ്ച ചിങ്ങം 1-ന്. അപ്പോൾ ഇതിന് മുന്നേ ഒരു ഉറപ്പിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ഇട്ടില്ല. അവർക്ക് ഭയങ്കര പേടി കേട്ടാ ഗുണ്ടുവിനെ. ഞാൻ ഒന്ന് തൊട്ടു നോക്കൂ, തടവി നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല. അവർക്ക് അയ്യോ പിടിക്കെന്ന് പറഞ്ഞു കേട്ടാ. ചേച്ചി ഞങ്ങളെ വീഡിയോ ഒക്കെ കാണും. ചേച്ചിയുടെ ഉപദേശം ഉണ്ടായിരുന്നു. അണ്ണനെ, ഇത് അനിയത്തിയാണേ, അപ്പം അണ്ണനെ ഉടുപ്പൊക്കെ ഇട്ട് വേണം നീ വീഡിയോ എടുക്കുക, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഒക്കെ കൊള്ളാം. പിന്നെ ഗുണ്ടുവിനെ കണ്ടപ്പോൾ അയ്യോ ഇവനല്ലേ നമ്മൾ വീഡിയോ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭയങ്കര പേടിയാട്ടോ. അതുകൊണ്ട് പിടിച്ചോണേ എന്ന് പറഞ്ഞാണ് ഇറങ്ങി പോണത്. അപ്പോൾ നിർമ്മല ചേച്ചി എന്താണെന്ന് അറിഞ്ഞൂടാ, കമൻ്റൊന്നും ഇടുന്നില്ല. നമ്മൾ എല്ലാ വീഡിയോ വായിക്കുകയും ചേച്ചി ഇടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഗുളിക കംപ്ലീറ്റ് ആയി. ഇനി വരേക്കുള്ള മരുന്ന് കൊടുക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചേച്ചിയോട് ചോദിച്ചു, പക്ഷെ അതിൻ്റെ പിന്നെ ഗീത ചേച്ചി ബിഗ് ബോസിൻ്റെ ഇടയിൽ നമുക്ക് മെസ്സേജ് ഇട്ടതിൽ താങ്ക്സ്. എൻ്റെ പലഹാരവും മോഹിച്ചൊരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തിരിച്ചു വഴക്ക് പറയാനേ, എന്റെ വാവയ്ക്ക് മധുരം കൊടുക്കല്ലേ, മധുരം കൊടുക്കാം. മധുരമൊന്നും ഇല്ല, എന്നാലും ഞാൻ തരില്ല. എനിക്ക് ഇഷ്ടമുള്ളത് എന്റെ അമ്മ കൊണ്ടുവന്നപ്പോ അങ്ങോട്ട്. അല്ല, ഇതാണ് ഗൈസ്. ഇത്രയും കൊടുക്കാമോ? പിന്നെ അമ്മ എന്തോ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് കുറച്ച് കൊടുക്കാണ്ടൊന്നും ഇരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവന്റെ ഈ കുഞ്ഞു കണ്ണുകൾ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാണ്ട് കൊടുത്തു പോകുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കാരണം അമ്മയുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ വീഡിയോയിൽ കമൻ്റ് ഇടാത്ത ആൻറ്റിമാരെ ഞാൻ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുമെന്ന്. നിർമ്മല ആൻറ്റിയെ കാണാനില്ല. പിന്നെ നമ്മളെ ബിന്ദു ആൻറ്റി കറക്റ്റായിട്ട് നമുക്ക് അവിടെ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട്. നമ്മളെ ഗീത ആൻറ്റിക്ക് കറക്റ്റായിട്ട് അറിയാം ഇവൻ്റെ കണ്ണുകളുടെ കാര്യം. കണ്ണ് കണ്ട് ക്രഷ് അടിച്ച ആൻറ്റിയാണ് നമ്മളെ ഗീത ആൻറ്റിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ രാധുശ്രീ. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.